Hello guys, welcome back to my YouTube channel. It's me Rifna and you watch me and my world. Okay guys, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് ഐ ഹാവ് മൈ ലിസ്റ്റ് ഹിയർ ഗൈസ്. അപ്പോൾ ഇതിലാണ് ലിസ്റ്റ് ഉണ്ട്. ഈ ഒരു ലിസ്റ്റിൽ എന്താണ് വരയില്ലാത്ത നോട്ട്, വരയുള്ള നോട്ട്, വരയില്ലാത്ത നോട്ട്, വരയുള്ളത് ഗ്രാഫ്, പൗച്ച്, സ്റ്റാപ്ലർ, പിന്നെ ബുക്ക് കവർ, വൈറ്റ്നർ, ബ്ലാക്ക് പെൻ, ബ്ലൂ പെൻ, ജോമെട്രി ബോക്സ്, കാൽക്കുലേറ്റർ, കളർ ബ്ല അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ഉപ്പാൻ്റെ എന്താ പറയുക പേഴ്സ്. അപ്പോൾ ഈ ഒരു പേഴ്സ് പൊട്ടിക്കാൻ പോവാണ്. അപ്പം മേ ബി നമുക്ക് ചെറിയ ഔട്ടിങ് ഒക്കെ പോലെയൊക്കെ നടത്താം. ആൻഡ് ഐ എം റൈറ്റ് ആഫ്റ്റർ മൈ ക്ലാസ് ഗൈസ്. സോ ഐ ലുക്ക് പ്രിറ്റി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് 360 ഇത് വേണം. എത്ര ഉണ്ട്? ആ ഉണ്ട്, വിരയില്ലാത്ത വേണം. എത്ര നോക്കാം. 12. കേസ് അങ്ങനെ അപ്പോൾ നമ്മൾ എന്താണ് റിയൽ ഹൈപ്പർ മാർക്കറ്റ്സിലാണ് വന്നിട്ടുള്ളത്, ദാവക്കര ആ ഒരു ഭാഗത്ത്. അപ്പോൾ സാധാരണ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഷോപ്പിലാണ് പോവാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ പോണില്ല. ഇവിടെ ഓഫറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് മൈ ലിസ്റ്റ് ഗായ്സ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, കാരണം ക്യാമറ പിടിക്കും വേണം, ഇത് ഇതാക്കും വേണം. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഞാൻ ഉമ്മാനെ സോപ്പിട്ട് കാണുമ്പോൾ ക്യാമറ പിടിച്ചിരുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കണ്ട. ആദ്യം നമ്മൾക്ക് ബുക്കൊക്കെ വാങ്ങാൻ വന്നപ്പോൾ ആദ്യം ഒരു മടിയേനി. പിന്നെ അങ്ങോട്ട് ഒരു മൂവിയിലെ ഡയലോഗില്ലേ, ആന കരുപ്പും കാട്ടിച്ചെന്ന പോലേനു, അതുപോലേനു എല്ലാ സാധനങ്ങളും വാങ്ങിക്കൂട്ടലേ. നിൻ്റെത് കോളേജ് നോട്ട്ബുക്ക് 15 എണ്ണം. ആ വരയില്ലാത്തത് 15 എണ്ണം. വരയില്ലാത്തല്ലേ വരയില്ലാത്തല്ലേ എത്ര ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. 1 2 3 4 5 6 7 8 9 തന്നെ. 15 എണ്ണം. തുടിച്ച വരയില്ലാത്ത 15 എണ്ണം. 18 എണ്ണം. 18 ഇത് തന്നെ അത്ര ഉണ്ട് ഉണ്ടല്ലേ? 18 എണ്ണം ഉണ്ട്. 15 എണ്ണം മതി. ഇവിടെ ഉണ്ട് 9 10 11 12 13 14 9 10 11 12 13 14
പിന്നെ ഇപ്പോൾ ഇതുമായി ഇതുമായി ഇനി ഇത് 8 എണ്ണം അല്ലേ? ഇനി വരെയുള്ളത് 8 എണ്ണം. ട്യൂഷൻ സെന്ററിലുണ്ടോ? എല്ലാം കൂടി കൂട്ടിക്കണ്ട. ഇല്ലാത്തത് ഇല്ലാത്തത് അത് വരെ ഉള്ളത്. എട്ടെണ്ണ എക്സ്ട്രാ ഉണ്ടാവുമല്ലോ. പട്ടി കുറച്ചുണ്ട്. ഇത് മാറ്റാം. തരമണ്ട. മാറിക്ക. റെഡിയാ? എൻ്റെ റെഡിയാ? ട്യൂഷൻക്ക് ഏത് പുതിയ ദീക്ക് നോക്കിയ പനിയോ? ദീക്ക് നോക്കാം. ഇത് സ്റ്റിക്കർ പോലെ ഒട്ടിക്കുന്നുണ്ട്. ഒന്നും ഇല്ലാത്ത വാങ്ങിയ പോലെ അപ്പൊ പ്രശ്നം വേണ്ട. എന്നാ വേഗം വായിക്കൂട്. മതിയില്ലേ? എന്റെ ബുക്കിൽ ഇത് ഒട്ടിച്ചാൽ മതി. നോട്ടിനല്ലുള്ളൂ. ചിലപ്പോ ഇനി ഇതുപോലത്തെ സെറ്റ് രണ്ടിനും ഞാൻ എടുത്തരും അവിടെ. ഓക്കെ, ഞാൻ സെലക്ഷൻ പിക്ചറൊന്നും നോക്കൂല. അമ്മ പൗച്ച് നല്ലത് നോക്കി എടുത്തന്നാണ്. ചളിയായത് അറിയാൻ പാടില്ല. അപ്പം അറിയും. ഏതാ ഇപ്പൊ മീനുക്കോ? ഏത് വേണം പറ. അത് ചളിയായത് മേയാറി. ഇത് രണ്ടും ബ്ലാക്ക് പോലെ അവിടെ ബ്ലാക്ക്. എനിക്കിത് മതി. കാൽക്കുലേറ്റർ വാങ്ങണം. ഡിസ്ട്രാക്ഷൻ ആവും. അവിടെ ഉണ്ട് പെൻസിൽ വേണം. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ മാത്രം എടുത്താൽ മതി. ബ്ലാക്ക് എടുക്കണ്ട. ഒരു ബ്ലാക്ക് എടുത്താൽ മതി. ബ്ലൂവും ബ്ലാക്കും വേണം. എന്താ കളറ്? കളറ് ആവും. ഇതെന്താ? ഇതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? നിങ്ങൾ നല്ല വാങ്ങിച്ചതാ. കാരണം കഴിഞ്ഞ കൊല്ലം വാങ്ങി നിന്നിട്ടില്ല.
വെജിറ്റബിൾസ് എടുക്കലട്ടാ സ്റ്റാപ്ലറിന്റെ പിന്നെ എന്താ ഗ്രാഫ് പേപ്പർ പൗച്ച് വാങ്ങി സ്റ്റാപ്ലർ പിന്നെ ബുക്ക് പറയാം വൈറ്റ്നർ പെന്ന് വാങ്ങണം ഗ്രാഫ് പേപ്പർ ജോമെട്രി ബോക്സ് വാങ്ങി ഫൈൻ മാർക്കർ കാൽക്കുലേറ്റർ വാങ്ങി കളർ പെന്ന് വാങ്ങണം ഇനിയതാ ഓരൊക്കെ അവിടെ എത്തി തോട്ടിയില്ലേ ഒരു മനസ്സിലുണ്ട് ആ പെൻസിൽ ബോക്സിന് പകരം ഈ പെൻസിൽ ബോക്സ് ബ്ലൂ ഇങ്ക് വാങ്ങും ബ്ലാക്ക് ഇങ്ക് വാങ്ങും ഇതാ ബ്ലാക്കിൽ രണ്ടെടുത്തോ മിക്സിങ് കഴിക്കാം രണ്ട് നല്ലതാണ് എനിക്ക് വേണ്ടാന്ന് വെച്ചത് ഇതൊന്നും എൻ്റെ ലിസ്റ്റിലേ നേരെ പിടിച്ചോ ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ദാഹം അപ്പോൾ ദാഹിച്ചപ്പോൾ ഉപ്പ് എന്താക്കി അവിടുന്ന് കൂൾ ഡ്രിങ്ക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ലിച്ചി ജ്യൂസ് എടുത്തുകൊണ്ടുവന്നു ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങളൊക്കെ ഇവരൊക്കെ മദ്രസ വിട്ടെന്ന് അങ്ങനെ വന്ന് ഞാൻ ട്യൂഷൻ വിട്ടെന്ന് അങ്ങനെ വന്ന് അപ്പോൾ എന്താണ് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഷോപ്പിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഷോപ്പിങ് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് നല്ല രസമുണ്ടായിരുന്നു നല്ല ആ ഒരു ഡ്രിങ്ക്സൊക്കെ കുടിച്ചപ്പോൾ എന്താ ഒരാശ്വാസം മതിയില്ലേ സാധനം വാങ്ങി നോക്കുന്നില്ല ഇത് നോക്കി മനസ്സിലാക്കാൻ അതിന്റെ ബഡ്ജറ്റ് ഇതിന്റെ ബ്രഹ്മന്റെ ബ്ലാക്ക് ഇതിന്റെ ബ്രഹ്മന്റെ പിന്നെ കുറേ ഓവറായിട്ടുണ്ട് ഇതിപ്പോൾ ആരെ ഇതാക്കാം ഗ്രാഫ് പേപ്പർ ഉണ്ട് ഗ്രാഫ് പേപ്പേഴ്സ്
കൂടി ബോൺ പാക്കേജ് എക്സാമിനുള്ള പറയുന്നു. ഒന്നുകൂടി ഇട് 2 സൈഡിൽ. അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ചേർത്തന്നെ. കഴിഞ്ഞില്ലേ കയ്യോ എങ്ങനായത്? എനിക്ക് ചോപ്പാണ്. പനി ഉന്തിക്കൂടെ എന്താ പോണം. ഗൈസ്, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എന്താക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഇങ്ങനെ വാങ്ങിക്കണോ അതോ ഇത് വാങ്ങിക്കട്ടെ എന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എന്താക്കി, ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒന്നും സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്തതാണല്ലോ ഒരുക്കാൻ മറ്റേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ നമുക്കൊക്കെ യൂസ് ആക്കാം. അതിന് ഞാൻ അലോവേറ ജെല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, അലോവേറ ജെല്ലി വിത്ത് വിറ്റാമിൻ ഇ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ആക്കാം. എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നല്ല സാധനങ്ങളുടെ ഇടയിലോട്ട് അതിട്ടാൽ അത് ഇപ്പോൾ ശ്രദ്ധിക്കില്ലല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഐഡിയ. അങ്ങനെ അത് ബില്ലടിച്ച് പോവും. എൻ്റെ അമ്മ അത് കാണുന്നുണ്ട്. എൻ്റെ അമ്മ ക്യാമറ പിടിച്ചിട്ട് അടിയിൽ എന്നോട് പറയുന്നുണ്ട്, വേണ്ട റിഫ്ന വേണ്ട. പക്ഷെ നമ്മളതൊക്കെ കേൾക്കുമോ? ഇല്ല, ഞാൻ വാങ്ങിച്ച്. ഇങ്ങനെ ഓരോ ചാൻസിൽ നമുക്കിതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഞാൻ ആ ഭാഗത്തോട്ടേ തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ സംഭവം നമ്മൾ ഒരു വർഷത്തിലോ അല്ലെങ്കിൽ മാസത്തിലോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകും. അപ്പോൾ പോകുമ്പോൾ നല്ല ഗംഭീരമായിട്ട് തന്നെ പോകും. സാധാരണ നമ്മളിങ്ങനെ പുറത്തു പോകുന്ന സമയം ഫുഡൊക്കെ നല്ലോണം കഴിച്ചിട്ട് അങ്ങനെ ആട്ടോ വരാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെന്താക്കി, ഈ ഷോപ്പിങ്ങും കുറച്ച് നമ്മൾ ആഗ്രഹങ്ങൾ അങ്ങോട്ട് പൊട്ടിച്ചു. ഓക്കെ, ആഗ്രഹങ്ങളല്ല, പൈസയാണ്. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ഗെറ്റിംഗ് ദിസ് മച്ച് ബിഗ് ബിൽ ഗൈസ്. എന്താ പറയുക, പ്രൗഡായിരുന്നു ചോദിച്ചാൽ ഞാൻ പ്രൗഡായിരുന്നു. എൻ്റെ ഉപ്പ അതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്നുണ്ടായിരുന്നു. സാരില്ല കേസ്, വൺസിന് ഇയർ ഓക്കെ, വൺസിന് ഇയർ ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഞാൻ അങ്ങനെ ഒന്നും ഷോപ്പ് ചെയ്യൂലല്ലോ, ആഗ്രഹങ്ങളല്ലേ. ആൻഡ് പിന്നെ അവിടെ നമ്മളെന്താക്കി, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയി. നമ്മൾ വിചാരിച്ചു എങ്ങോട്ടെങ്കിലും കറങ്ങാൻ വേണ്ടിയിട്ട് പോവാം, ഇല്ല. അപ്പോൾ അവിടുത്തെ തന്നെ കുറേ സമയം അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തിട്ട് നമ്മളെന്താക്കി, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിനെ. അപ്പോൾ ഇവിടെ വന്നിട്ട്, ഇവിടെ കണ്ണൂരുള്ള ഒരു ഇത് തന്നെയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ആൻഡ് ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം. എനിക്ക്, അനിയത്തിക്ക്, ഉമ്മാക്ക് അങ്ങനെയൊക്കെ ഡ്രസ്സൊക്കെ എടുക്കണം, പർദ്ദ എടുക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ. എൻ്റെ ഫാഷൻ സെൻസ് എന്നൊക്കെ പറയണത് റേറ്റുള്ള സാധനത്തിനോടുള്ള കമ്പായിരിക്കും എൻ്റെ ഫാഷൻ സെൻസ്. അതൊക്കെ അവിടെ വർക്കാവും. അതുകൊണ്ട് ഞാൻ എന്താക്കും, ആ വഴിയിലോട്ട് പോവേയില്ല. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് ഹാറ്റ് ഗൈസ്. പക്ഷേ ഈ ഒരു ഹാറ്റ് എന്നോട് ഇപ്പോൾ വേണോ ചോദിച്ചു. പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ എങ്ങോട്ട് ഇടാനാണ് ഗൈസ്, അത് പറഞ്ഞിരിങ്ങൾ. ഞാൻ അങ്ങോട്ട് ഇടൂല. അതുകൊണ്ട് ഞാൻ എന്താക്കി, അത് വാങ്ങിക്കാനോ എടുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, ബില്ലൊക്കെ അടിച്ചു. നമ്മൾ പിന്നെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയി കേസ്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു. പിന്നെ അവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തൂല, കുറേ അങ്ങനെ കറങ്ങി. പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടത്.
എവിടെ കയറി ഫുഡ് കഴിക്കണമെന്ന് കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും എല്ലാവരും വാച്ചിക്കോളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ നമ്മളെന്താ ഇതേ അതന്നെ നമ്മൾ പെരി പെരി അൽഫാം മന്തി തന്നെ. എപ്പോൾ നമ്മൾ പുറത്ത് വന്നാലും മെയിൻ ഡിഷ് അങ്ങനെ കോഴ്സൊക്കെ വാങ്ങിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഇതായിരിക്കും കേട്ടോ വാങ്ങിക്കുക. അങ്ങനെ മന്തിയൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ ഐസ്ക്രീം ഷോപ്പിലോട്ട് വന്നു. ഇവിടെ പെരിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ, അവിടുന്ന് ഒറിജിനലാണല്ലോ. അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ മാത്രമാണ് ഉപ്പൊക്കെ ഐസ്ക്രീം നല്ലോണം കഴിക്കുക. ഉപ്പാക്കൊക്കെ ഇഷ്ടമായി, ഞങ്ങൾ കഴിച്ചു. എൻ്റെ അനിയത്തി ഓക്കൊക്കെ ഒരുമാതിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ടൈപ്പ് ഫ്ലേവേഴ്സാണ് കേട്ടോ ഇഷ്ടം. സാധാരണ ഇഷ്ടപ്പെടുമായിരിക്കും, ബട്ട് ഇങ്ങനെ നമുക്കൊന്നും അത്ര ഇഷ്ടമില്ല. ഈ മറ്റേ ബ്ലൂബെറിൻ്റെ ഫ്ലേവറൊന്നും അങ്ങനെ വല്ലാണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ വാങ്ങിച്ചത് ബ്രൗണി ആയിരുന്നു ആദ്യം വാങ്ങിച്ചത്. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ കൊണ്ട് വന്നപ്പോൾ കുറേ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്തതാണ്. ബ്രൗണി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ബ്രൗൺ വാങ്ങിച്ചു. ബ്രൗണി ചോക്ലേറ്റ് ആയിട്ട് കിറ്റ്കാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അതിൽ കിറ്റ്കാറ്റിൻ്റെ വേഫേഴ്സും ക്രഞ്ചസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര നല്ല ടേസ്റ്റാണ്, കടിക്കാനൊക്കെ ഉണ്ട്. അപ്പം ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു ചൂടല്ല തണുപ്പായി എന്നാലും. അങ്ങനെ നമ്മൾ എപ്പോൾ കറങ്ങാൻ പോകുമ്പോഴും ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. ആൻഡ് ഈ ഒരു ഡെസേർട്ടൊക്കെ വാങ്ങിച്ച് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് കിറ്റ്കാറ്റിൻ്റെ എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരമൽ ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, കിറ്റ്കാറ്റിൻ്റെയും പിന്നെ കാരമൽ പോപ്പ് റോക്ക്. അത് എൻ്റെ ഖത്തറിനാണ്. ഇത് ഞാനെടുത്തു. പിന്നെ അവിടെ എക്സ്ചേഞ്ചിങ്ങൊക്കെ നടന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എത്ര കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ആൻഡ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഔട്ടിങ് എവർ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ബുക്കൊക്കെ പൊതിയണം, അങ്ങനത്തെയൊക്കെയാണ് ഒരുപാട് പണി എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.